പ്ലീസ് പ്ലീസ് പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ആരും മനപ്പുറം പ്രാങ്ക് ചെയ്തതാ. ഇത്രയും ഡേഞ്ചറസ് ആയി പ്രാങ്ക് ആരാ ചെയ്യുന്നേ? വേണ്ട വേണ്ട, ഞാനിവിടെ നിൽക്കുന്നില്ല. എന്തായാലും എന്റെ മൂടൊക്കെ പോയി. സർ പ്ലീസ്. ഐ തിങ്ക് എന്റെ ഫോൺ ഞാൻ മുകളിൽ വെച്ച് മറന്നു. ഇറ്റ്സ് ഓക്കെ ബേബി, ഞാൻ പോയി എടുത്തിട്ട് വരാം. കണ്ണു കണ്ടൂടെ? ഓ മൈ ഗോഡ്, ഒരു വശത്ത് ഷെർലിൻ, മറുവശത്ത് സെക്യൂരിറ്റി ഗാർഡ്സ്. ഞാൻ അകപ്പെട്ടു പോയല്ലോ. സ്റ്റുപ്പിഡ് ഗേൾ. താങ്ക് ഗോഡ് എന്റെ ഫോണിനൊന്നും പറ്റിയില്ല. Come on, get up. Get up, get up. അയ്യോ, അത് ഞാനൊന്നും അതൊക്കെ ചെയ്തിട്ടില്ല. നിങ്ങൾ വന്നേ. മേനേജർ അടുത്തേക്ക് വരൂ. നടന്ന് എന്താണെന്ന് അവിടെ ഒന്നുകൂടെ പറയൂ. Please. വരാനാ പറഞ്ഞേ. Please, ഞാൻ ഹോട്ടലിനുള്ളിലേക്ക് ഒന്ന് തമാശ കളിക്കണോ? ഇതെന്താ നിങ്ങൾക്കുള്ള കളിസ്ഥലമാണോ? വന്നേ, വന്നേ. ഇവളെ ഒറ്റക്കൊണ്ടുപോയി പകുതി ഡ്യൂട്ടി ആവൂ. കാരണം ഞാൻ ഇവിടെ കൂടെ ഉണ്ടായിരുന്നു. വളരെ നന്നായി. താൻ കൂടെ വന്നേ. നീ വീണ്ടും വന്നോ? ഒറ്റയ്ക്കാണെ ഒരു രസം ഉണ്ടാവില്ല. അതിനിത് തമാശയൊന്നും അല്ലല്ലോ. തമാശ തന്നെയാടി. വേഗം 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 വാ. ഒന്ന് വേഗം വാടി. അയ്യോ, നീ എന്താ നോക്കി നിൽക്കുന്നത്? ഇങ്ങോട്ട് വാടി, ഇങ്ങോട്ട് വാ. അവനെ പിടിക്കേ, പിടിക്കേ, വിടരുത്. അവനെ വണ്ടിക്കകത്ത് കയറിയാ. പെട്ടെന്ന് പിടിക്കേ. വേഗം 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 പോ. നിൽക്കാനാ പറഞ്ഞേ. അവിടെ നിൽക്കാൻ. ഓടിച്ചെന്ന് പിടിക്കണോ? പിടിക്കാൻ. Oh God. Oh my God. നീ ആ സെക്യൂരിറ്റി ഗാർഡിനെ ഇക്ലിയാക്കി തോൽപ്പിച്ചല്ലേ? പിന്നെ എന്ത് ചെയ്യാനാ? വേറെ ഒരു വഴി ഉണ്ടായിരുന്നില്ല. എന്തായാലും നന്നായി. എന്ത് പറയാനാ അല്ലേ? Oh my God. ഞാൻ ഇന്നുവരെ ഇങ്ങനെ ഓടി രക്ഷപ്പെട്ടിട്ടേ ഇല്ല. എന്നാലും ഞാൻ ഇതുവരെ എവിടെ നിന്നും ഇത്രയും റിസ്ക് എടുത്ത് ഓടി രക്ഷപ്പെടേണ്ടി വന്നിട്ടില്ല. പിന്നെ ശരിയായ സമയത്ത് ഓടിയത് വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു പ്രീത. അതിലും ഇമ്പോർട്ടന്റ് ആയിരുന്നു ഓടി വന്ന് കാറി കയറിയത്. ഇത് മിസ്സായിരിക്കാം. ആരാ അത്? സൃഷ്ടിയായിരിക്കുന്ന തോന്നുന്നത്. അവള് വൈകിട്ട് മാർക്കറ്റിലേക്ക് പോയതല്ലേ? അവളായിരിക്കും ഇത്രയും വൈകി. ആരാ? നമസ്കാരം. ഇതിനു മുമ്പ് ഇയാളെ കണ്ടിട്ടില്ലല്ലോ. അമ്മ, ഇത് പ്രീതയുടെ സൃഷ്ടിയുടെയും പരിചയക്കാരനാ, നാസിക്കിലുള്ള. മുത്തശ്ശി, ഞാൻ എന്നെ ശരിക്കും പരിചയപ്പെടുത്തിയില്ല. തെറ്റെന്റെയാ. നിങ്ങളോട് ഞാൻ ആദ്യമേ പറയേണ്ടതായിരുന്നു. അമ്മേ, ഞാൻ അമ്മയുടെ മരുമകനാ. ഭാവി മരുമകൻ. പ്രീതയുടെ ഹസ്ബൻഡ് ആകാൻ പോകുന്നതാണ്. അനുഗ്രഹിക്കണം അമ്മേ. ഞാൻ എല്ലാം പറയാം. ആദ്യം ഞാൻ അകത്തേക്ക് വരട്ടെ. താങ്ക് യു. പക്ഷെ ഇപ്പൊ ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ. ചിരിച്ച് ചിരിച്ച് എന്റെ കവള് മൊത്തം വേദനിച്ചോണ്ടിരിക്കുക. അല്ല, സീരിയസ്ലി എനിക്ക് തോന്നുന്നത് നിനക്ക് കോൾഡ് ആയി. സീരിയസ്ലി എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. മുടിയൊക്കെ നനഞ്ഞിട്ടുണ്ട്, വല്ലാതെ തുമ്മുന്നു. 1 സെക്കൻഡ്. ഒന്നുമില്ലെങ്കിലും ഈ വെള്ളം
തുടച്ചുതരാം ഒന്നേ. വേണ്ട, താങ്ക് യു. ഇതൊക്കെ എപ്പോഴാ? എന്ന് വെച്ചാ പ്രീതി ഇതിനെ കുറിച്ചൊന്നും പറഞ്ഞതേ ഇല്ലല്ലോ. അയ്യോ അമ്മേ, അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെന്താണെന്ന് വെച്ചാൽ എന്റെ പ്രീതിയുടെ ഇടയിൽ ചില സൗന്ദര്യ പിണക്കങ്ങളുണ്ട്. അത് സാധാരണ കപ്പിൾസിന്റെ ഇടയിൽ ഉണ്ടാകാറുള്ളതല്ലേ. അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങോട്ടേക്ക് വരാമെന്ന്. നിങ്ങളെയൊക്കെ കാണാം, നിങ്ങളോടൊക്കെ സംസാരിക്കാം, നിങ്ങളുടെ അനുഗ്രഹം വാങ്ങാമെന്ന്. പക്ഷേ നിങ്ങൾക്ക് ഇതറിയാനുള്ള അവകാശമില്ലേ? പ്രീത ആരെയാ വിവാഹം കഴിക്കാൻ പോകുന്നതെന്ന്? പിന്നെ ആന്റിയുടെ ഭർത്താവാണ് എന്നെ തിരഞ്ഞെടുത്തത്. അദ്ദേഹം ഒരു മരുമകന്റെ സ്ഥാനത്ത് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അദ്ദേഹം എപ്പോഴും പറയുമായിരുന്നു ദീപക് പ്രീതയ്ക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല ലൈഫ് പാർട്ട്ണർ ആണെന്ന്. പക്ഷേ പ്രീതി ഒരിക്കലും എന്നോട് ഇതൊന്നും പറഞ്ഞിട്ടില്ല. അമ്മേ, അത് ഞാൻ പറഞ്ഞില്ല. അവള് കുറച്ച് ദേഷ്യത്തില. ആ ദിവസം എനിക്കും ഭയങ്കരമായ ഒരു ദേഷ്യം ഉണ്ടായിരുന്നു അവളോട്. പക്ഷെ എന്ത് ചെയ്യാനാ, എനിക്ക് അധിക ദിവസം പ്രീതിയിൽ നിന്ന് അകന്നു നിൽക്കാൻ കഴിയില്ല. നേരെ അവളെ അന്വേഷിച്ച് ഇവിടെ മുംബൈയിലെത്തി. കാരണം ഞാൻ പ്രീതിയെ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ആന്റി. അവളില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. എന്റെ ആദ്യത്തെ അവസാനത്തെയും പ്രണയമാണ്. ഇതെല്ലാം അവക്കും അറിയാവുന്നതാണ്. ഈ ലോകത്ത് കൂട്ടുകാരായിട്ട് നമുക്ക് ഒരുപാട് പേരുണ്ടാവും. കുറച്ച് പേര് സ്പെഷ്യൽ ആയിരിക്കും. നമുക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ അവർ ഓടി വരും. പക്ഷെ കുറച്ച് പേരുണ്ട്, ഇന്ന് കാണുവാണെങ്കിൽ നാളെ കാണത്തില്ല. അയാളെ ആ ടൈപ്പാ. പക്ഷെ സൃഷ്ടി ആന്റി, അതിന് പറഞ്ഞു സൃഷ്ടി ആന്റിക്ക് അറിയാലോ അവൾക്ക് കൊച്ചുകുട്ടിയുള്ള സ്വഭാവമാണെന്ന്. ആക്ച്വലി അവൾ വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ അവളുടെ ചേച്ചി അവളിൽ നിന്ന് തട്ടിയെടുക്കുകയാണെന്ന്. അതുകൊണ്ട് അവൾക്ക് എന്നെ തീരെ ഇഷ്ടമല്ല, അത്രേ ഉള്ളൂ. ആന്റി, ഞാനൊരു കാര്യം പറയട്ടെ. ആന്റിക്ക് ബന്ധത്തിൽ എതിർപ്പൊന്നുമില്ലല്ലോ? ആന്റിക്ക് ആൺമക്കളും ഇല്ലല്ലോ? അപ്പൊ ഞാൻ ആന്റിയുടെ മകനാണ്. പിന്നെ പ്രീതയെ ഞാൻ ജീവിതകാലം മുഴുവൻ വളരെ സന്തോഷവതിയായി നോക്കിക്കോളാം. സൃഷ്ടിക്കൊരു സഹോദരന്റെ കുറവുണ്ടാകാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ആന്റി, ഞാൻ ആന്റിക്ക് മകനും സൃഷ്ടിക്ക് ജ്യേഷ്ഠനും പ്രീതയ്ക്കൊരു നല്ല ഭർത്താവുമായിരിക്കും. ആന്റി ഈ ബന്ധത്തെ അനുഗ്രഹിച്ചാൽ മാത്രം മതി, അത്രയും മതി. അത് പ്രീത വളരെ വിവേകമുള്ള കുട്ടിയാ. അഥവാ അവൾ നിന്നെ അവളുടെ ജീവിത പങ്കാളിയായിട്ട് തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ചിന്തിച്ചുറപ്പിച്ചിട്ടാകും തെരഞ്ഞെടുത്തത്. നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിക്കാൻ പരസ്പരം തയ്യാറാണെങ്കിൽ അതിൽ എനിക്ക് എന്ത് എതിർപ്പുണ്ടാവാനാണ്? ആഹാ, എന്താണോ ആഗ്രഹിച്ചത് വളരെ എളുപ്പത്തിൽ തന്നെ നടക്കും. ഇനി എനിക്ക് പ്രീതിയോട് തന്നെ ഇത് പറഞ്ഞ് മറുപടി ചോദിക്കാലോ. അവളുടെ അമ്മ ഞങ്ങളുടെ ബന്ധത്തിന് സമ്മതം മൂളിയാണ്. അപ്പോ അമ്മേ, ഞാൻ എന്റെ പാരന്റ്സിനെ ഇങ്ങോട്ട് വിളിക്കട്ടെ നിശ്ചയം നടത്താനേ? എന്താ, ഇതുവരെ നിശ്ചയം നടന്നിട്ടില്ല, എന്നിട്ട് നീ സ്വയം ഈ വീട്ടിലെ മരുമകൻ എന്ന് പറയുകയാണോ? അത് ആക്ച്വലി നിശ്ചയം ക്യാൻസൽ ആയിപ്പോയി. ക്യാൻസൽ ആയെന്നോ? അതെന്താ ക്യാൻസൽ ആയത്? അമ്മേ, അത് ആ സമയം പ്രീതയുടെ അച്ഛന് സുഖമില്ലാതായി. അങ്ങനെ എങ്ങനെയാ ഞാനിത് പറയുക? ഞങ്ങൾ പ്രോപ്പർട്ടി ഡിമാൻഡ് ചെയ്തെന്ന് അതൊരിക്കലും പറയാൻ പറ്റില്ല. പിന്നെ എങ്ങനെയാ എന്റെ നിശ്ചയം നടത്തുക? പ്രീതയുടെ അച്ഛന് പെട്ടെന്ന് മരണം സംഭവിക്കുകയായിരുന്നു. അങ്ങനെയാ മുടങ്ങിയത് ആന്റി. ഞാനിപ്പോ വരാം. അത് ആന്റി, ഇപ്പൊ വരാം. അത് പിന്നെ ഞാൻ നിന്നെ അല്ല നോക്കിയത്. അതിന് ഞാനെപ്പോഴാ പറഞ്ഞത് നീ എന്നെയാ നോക്കുന്നെന്ന്? ഞാൻ അറിയേണ്ട എന്തോ പറഞ്ഞു പോയതാ. ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ വീഡിയോ നമ്മൾ ഫോണിൽ കണ്ടില്ലെന്നാ. ഏത് വീഡിയോ? ഷേളിന്റെ റൂമിന്റെ പുറത്ത് ഫോൺ വെച്ചെടുത്ത ആ വീഡിയോ ഇല്ലേ? ഓ അതെ, ആ വീഡിയോ നമ്മൾ കണ്ടതേയില്ല. ഫോൺ എടുക്ക കിരൺ, ആ വീഡിയോ കാണാൻ പറ്റിയ മതിയായിരുന്നു. നോക്കട്ടെ അതിൽ ഷേളിന്റെ കൂടെ ആരായിരുന്നു? അവരിതുവരെ പുറത്തു വരാത്ത എന്താ? ഷേളി, ഷേളി, വാട്ട്? നീ കണ്ടോ? അല്ല, അത് ആരാ? കുറച്ച് പുറകോട്ട് പോ, റിവൈൻഡ് ചെയ്യ്. ഇത് എനിക്ക് മുഖം കാണാൻ പറ്റുന്നില്ല. അതിനർത്ഥം ഇന്ന് നമ്മൾ എടുത്ത എല്ലാ എഫേർട്ടും വെറുതെ ആയി പോയിന്നല്ലേ? ഏയ്, ഡോണ്ട് ബി സാഡ്, ഓക്കേ?
എന്നാ ശരി, അതൊക്കെ പോട്ടെ, നമുക്ക് വീട്ടിലേക്ക് പോ. കണ്ടില്ലേ നിന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കെ. വേഗം ഡ്രസ്സൊക്കെ മാറണം, അല്ലെങ്കിൽ കോൾഡ് ഏയ് കൂടും. ഒരു മിനിറ്റ്. ഐ സെഡ് ഡോണ്ട് ബി സാഡ്, ഓക്കെ? ശരി, ഷേളിനെ പിടിക്കാനും പറ്റിയില്ല, അവളുടെ മുഖം കണ്ടില്ല എന്ന് ഇത്രയും അറിയാൻ കഴിഞ്ഞില്ലേ ഷേളിന് ഏതോ ആളുടെ ഒപ്പമായിരുന്നു. ആ, നെക്സ്റ്റ് ടൈം നമ്മൾ കറക്റ്റ് ആയിട്ട് തെളിവ് കണ്ടുപിടിക്കും. പിന്നെ നീ ഇന്നൊരു ഡിറ്റക്റ്റീവ് ആയില്ലേടി? അതെ, വാ വാ, വേഗം പോവാം, നിന്റെ കോൾഡ് കൂടുക. അദ്ദേഹം പോയമ്മേ, എന്നേക്കുമായി നമ്മളെ വിട്ടു പോയമ്മേ. അമ്മയെ ഉപേക്ഷിച്ച്, എന്നെ ഉപേക്ഷിച്ച് ഇപ്പൊ അദ്ദേഹം എന്നേക്കുമായി പോയമ്മേ. ഇനി ഒരിക്കലും വരില്ല, ഒരിക്കലും വരില്ല. അദ്ദേഹം എന്നേക്കുമായി പോയമ്മേ. എന്തിനാ ആ മനുഷ്യന് വേണ്ടി കരയുന്നത്? അതെ, അവൻ ഇന്നല്ല പോയത്, എത്രയോ വർഷം മുൻപേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയതാണ്. ഇന്ന് നിനക്ക് അവനെ കുറിച്ചുള്ള വിവരം കിട്ടിയെന്നേ ഉള്ളൂ. അദ്ദേഹം പോയമ്മേ, പക്ഷെ എന്റെ മനസ്സിലുണ്ടായിരുന്ന ആ പ്രതീക്ഷ ഒരുപക്ഷെ അദ്ദേഹം തിരികെ വരുമെന്ന്. ഇന്ന് ആ ആഗ്രഹവും ഇല്ലാതായമ്മേ. ആ പ്രതീക്ഷയും അന്ന് തന്നെ അവസാനിച്ചിരുന്നു. അവൻ നിന്നെ ഉപേക്ഷിച്ചു പോയ ദിവസം. നിന്നെ പോലെ പതിവ്രതയായ ഒരു ഭാര്യയെ ഉപേക്ഷിച്ച് 2 ചെറിയ കുഞ്ഞുങ്ങളെ നിന്നിൽ നിന്നും തട്ടിയെടുത്തുകൊണ്ടാ പോയത്. എന്റെ ഒരേ ഒരു മകനായിരുന്നു. അവൻ എന്റെ സംസ്കാരത്തെ തന്നെ ഇല്ലാതാക്കി. എത്ര തരം താഴ്ന്ന പ്രവൃത്തിയാണ് അവൻ ചെയ്തത്. നമ്മളെ ഉപേക്ഷിച്ചു പോയി. എന്റെ ചെറുമക്കളെയും എന്നിൽ നിന്ന് തട്ടിയെടുത്തുകൊണ്ടുപോയി. എന്നെ സംബന്ധിച്ച് അവൻ അന്നേ മരിച്ചുപോയി. അവന് വേണ്ടി അല്പം പോലും ദുഃഖിക്കാൻ പാടില്ല. അവൻ നമ്മുടെ ആരുമല്ലായിരുന്നു. എന്തെങ്കിലും ആയിരുന്നെങ്കിൽ ഇതൊന്നും ഒരിക്കലും ചെയ്യില്ലായിരുന്നല്ലോ. അമ്മ പറഞ്ഞോ ശരിയാണ്. പക്ഷെ എന്നാലും എനിക്ക് അദ്ദേഹം വലുതായിരുന്നു അമ്മേ. അമ്മയ്ക്കറിയാവുന്നതല്ലേ ഈ മാല ഞാൻ എന്തിനണിഞ്ഞിരിക്കുന്നെന്ന്. കാരണം ഒരു സുമംഗലിയുടെ കഴുത്ത് ഒരിക്കലും ഒഴിഞ്ഞു കിടക്കാൻ പാടില്ലാത്തതാ. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു എപ്പോഴെങ്കിലും ചിലപ്പോ അമ്മ എപ്പോഴെങ്കിലും അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലാകുമെന്ന്. എന്നോടും അമ്മയോടും അദ്ദേഹം ചെയ്തത് തെറ്റാണെന്ന്. ഒരുപക്ഷെ അദ്ദേഹം മാപ്പ് ചോദിച്ചു വരുമെന്ന്. ഒരുപക്ഷെ അദ്ദേഹം വീണ്ടും നമ്മുടെ ലോകത്തേക്ക് തിരികെ വരുമെന്ന്. ഞാൻ ആ പ്രതീക്ഷയെ മനസ്സിൽ വെച്ചോണ്ടാ ഇത്രയും കാലം ജീവിച്ചത്. മനസ്സിൽ പ്രതീക്ഷ ഉണ്ടായിരുന്നമ്മേ. അതുകൊണ്ടാ ഞാൻ ഇതുവരെ ഇതിട്ടത്. ആ പ്രതീക്ഷകളെല്ലാം അവസാനിച്ചമ്മേ. കാരണം അദ്ദേഹം ഇനി ഒരിക്കലും വരില്ല. എന്റെ പ്രതീക്ഷയെല്ലാം അവസാനിച്ചു. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ വേണ്ട സരള, എന്നെ ഓർത്തെങ്കിലും നീ ഇതഴിക്കാൻ പാടില്ല. ഒരിക്കലും അഴിക്കരുത്. ഇതൊരു സുമംഗലിയുടെ അടയാളമല്ല. കാരണം അയാൾ പോയിക്കളഞ്ഞതല്ലേ. അവനോടൊപ്പം അവന്റെ ഓർമ്മകളും അവന്റെ എല്ലാം കൊണ്ടുപോയതാണ്. അവൻ അവന്റെ മക്കളെപ്പോലും കൊണ്ടുപോയി. നിന്നെ ഒറ്റയ്ക്ക് വേദനിക്കാനായി ഉപേക്ഷിച്ചു പോയതാണ്. ഇതൊരിക്കലും അഴിക്കരുത്. നീ എന്നെ നിന്റെ അമ്മയായല്ല അമ്മയായല്ലേ കാണുന്നത്. എന്നാൽ എനിക്ക് വേണ്ടിയെങ്കിലും നീ ഇതൊരിക്കലും അഴിക്കരുത്. നോക്കുമോളെ, നീ എന്റെ ധീരയായ മകളാണ്. പിന്നെ സ്ത്രീകൾ ഒരിക്കലും അവർക്ക് വേണ്ടി കരയരുത്. ഏത് പുരുഷൻ സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ലയോ, അവളെ സംരക്ഷിക്കുന്നില്ലയോ, അങ്ങനെയുള്ള പുരുഷനെ കുറിച്ച് ചിന്തിക്കരുത്. കിരൺ, താങ്ക് യു ഫോർ എവറിഥിങ്. നീ ശരിക്കും എന്റെ ഏട്ടനെ പോലെയാ. ഓരോ കാര്യത്തിനും സോറി, താങ്ക് യു, സോറി, താങ്ക് യു. അതിലെന്ത് പ്രോബ്ലം ഉള്ളത്? അത് ഗുഡ് മാനേഴ്സ് അല്ലേ? അതുമല്ല, രോഹിത് സാറിലും ഒരുപാട് ഗുഡ് മാനേഴ്സ് ഉണ്ട്. ആഹാ, നിക്ക ഒരു മിനിറ്റ്. എന്താ? കം, എന്തു പറ്റി? ഇത് മാനേഴ്സ് അല്ലേ? ഞാൻ എന്റെ ഏട്ടനേക്കാൾ മോശമൊന്നുമല്ല. കം ഔട്ട്. ഓ, ഐ ആം സോറി. ഇതാണോ നിന്റെ മാനേഴ്സ്? ഇതിനെയാണോ ഗുഡ് മാനേഴ്സ് എന്ന് പറയുന്നത്? പെൺകുട്ടികൾ കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുൻപ് ഡോർ ടപ്പേ നടക്കുക. കണ്ടില്ല എന്റെ ഡ്രസ്സ് കുടുങ്ങിയിരിക്കുന്നത്? സോറി, ഞാനത് എടുത്തു തരാം. അത് സാരമില്ല, ഞാൻ തന്നെ എടുത്തോളാം. ലെറ്റ് മീ ഹെൽപ്പ് യു. ഞാൻ എടുത്തോളാം. ഓക്കേ. അതെ, ഈ കാറ് വേണ്ടി ലോക്കായിരിക്കുക. എനിക്കിത് എടുക്കാൻ പറ്റുന്നില്ല. ഇവിടെ വന്നൊന്ന് ഹെൽപ്പ് ചെയ്യോ?
എന്നോട് എന്തെങ്കിലും പറഞ്ഞോ? ആ ഞാനൊരു ഹെൽപ്പ് വേണോന്ന് പറഞ്ഞേ. പ്ലീസ് ബേബി, പ്ലീസ് ഹെൽപ്പ് മീ. ആ എന്താ ഇതല്ലേ മാനേഴ്സ്, റൈറ്റ്?